أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الله يصطفي من الملائكة رسلا ومن الناس. إن الله سميع بصير. يعلم ما بين أيديهم وما خلفهم وإلى الله ترجع الأمور. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1095 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്തുൽ ഹജ്ജിലെ 75-76 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الله يستفي من الملائكة رسلا ومن الناس. إن الله سميع بصير. يعلم ما بين أيديهم وما خلفهم وإلى الله ترجع الأمور. صدق الله العلي العظيم. സൂറത്തുൽ ഹജ്ജിലെ 75-76 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. സൂറത്തുൽ ഹജ്ജിന്റെ അവസാനത്തെ ആയത്തുകളിലാണ് നമ്മളുള്ളത്. ഇന്നത്തെ സെഷനും തുടർന്ന് 2 ആയത്തുകൾ കൂടി പഠന വിധേയമാക്കിയാൽ ഈ സൂറത്തിന്റെ പഠനം നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കും. മിക്ക സൂറത്തുകളിലെയും പോലെ, വിശേഷിച്ച് വലിയ സൂറത്തുകളിലെയും പോലെ അതിന്റെ അവസാന ഭാഗം പൊതുവായ ആശയങ്ങളും ആശയപരമായ ഗാംഭീര്യവും ഒക്കെ ഉൾക്കൊള്ളുന്നതാണ് എന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. ഇവിടെയും നടന്നു വരുന്ന ഈ പ്രഭാഷണത്തിന്റെ ഒരു വിഷയ സംബന്ധമായ പരാമർശങ്ങളുടെ തുടർച്ചയായിട്ട് അള്ളാഹു ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ് നമ്മൾ ഇന്ന് വായിച്ചു വെച്ചിട്ടുള്ള ആയത്തുകളിൽ. ഇന്നലെ വായിച്ച ഭാഗത്ത് അള്ളാഹു സത്യനിഷേധികളുടെയും ബഹുദൈവ വിശ്വാസത്തിന്റെ ആളുകളുടെയും അവസ്ഥ വ്യക്തമാക്കുന്ന വിധത്തിലുള്ള ഒരു ഉദാഹരണം, വളരെ ചാരുതയാർന്ന ഒരു ഉദാഹരണം നമുക്ക് വിവരിച്ചു തരികയുണ്ടായി. ഈ ആളുകള് അള്ളാഹുവിന് പുറമെ ആരാധ്യന്മാരായിട്ട് സ്വീകരിച്ചിരിക്കുന്ന സംഗതികൾ, അത് ആളുകളായാലും വിഗ്രഹങ്ങളായാലും അതുപോലെയുള്ള എന്ത് തന്നെയായാലും അവയുടെ അവസ്ഥ വളരെ ദുർബലമായതാണ് എന്നതാണ് ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. അവർക്കൊരു ഈച്ചയെ പോലും സൃഷ്ടിക്കാൻ ആവുന്നില്ല. ഇനി ഒരു ഈച്ച പോലും അവരുടെ മുന്നിൽ അവരെക്കാൾ ശക്തരുമായിരിക്കും പലപ്പോഴും. ഒരു ഈച്ച ഇവരിൽ നിന്ന് വല്ലതുമൊക്കെ തട്ടിയെടുക്കുകയാണെങ്കിൽ അവരെല്ലാവരും കൈകോർത്താൽ പോലും അവർക്ക് ഒരു ഈച്ചയെ സൃഷ്ടിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം നേരത്തെ പറഞ്ഞു. ഇനി ഒരു ഈച്ച അവരുടെ കയ്യിൽ നിന്ന് വല്ലതുമൊക്കെ തട്ടിയെടുത്ത് പാറിക്കളഞ്ഞാൽ ആ ഈച്ചയിൽ നിന്ന് അത് തിരിച്ചു പിടിക്കാൻ പോലും അവർക്ക് കഴിയുകയില്ല. അത്രയും ദുർബലരാണ്, അല്ലെങ്കിൽ അത്രയും അശക്തരായ പ്രതിഭാസങ്ങളെയാണ് ഇവര് ആരാധ്യന്മാരായിട്ട് സ്വീകരിച്ചിരിക്കുന്നത്.
എല്ലാവരും തന്നെ അള്ളാഹുവിനെ ആശ്രയിച്ചിട്ടാണ് അവരുടെ നിലനിൽപ്പുള്ളത് എന്നതിനാൽ ഒരു നിലക്ക് അല്ലെങ്കിൽ മറ്റൊരു നിലക്ക് അള്ളാഹു അല്ലാത്ത എല്ലാവരും തന്നെ ദൗർബല്യമുള്ളവരാണ്, അശക്തരാണ് എന്നതാണ് വസ്തുത. അത് ഭൗതിക പദാർത്ഥങ്ങൾ കൊണ്ട് നിർമ്മിച്ച ലോഹങ്ങളൊക്കെ പോലെയുള്ള പദാർത്ഥങ്ങൾ കൊണ്ട് നിർമ്മിച്ച വിഗ്രഹങ്ങളാകാം, അല്ലെങ്കിൽ ജീവനുള്ള ജീവിക്കുന്ന ആൾ ദൈവങ്ങളൊക്കെ ആവാം, മരിച്ചുപോയ ആളുകളുടെ അവരെ പരാമർശിച്ചുകൊണ്ടുള്ള ചില സ്മൃതികളൊക്കെ ആകാം. ഇങ്ങനെ എന്തു തന്നെ ആയാലും അള്ളാഹു അല്ലാത്ത മറ്റെന്തും തന്നെ അവരുടെ സ്വന്തം നിലനിൽപ്പിനും ഉണ്മക്കും ഒക്കെ വേണ്ടി അള്ളാഹുവിനെ ആശ്രയിച്ച് കഴിയുന്നവരാണ്. അവർക്ക് ആ ആശ്രിതത്വത്തിൽ നിന്ന് മുക്തിയില്ല. ഈ ആശ്രിതരായ പ്രതിഭാസങ്ങളെയോ ആളുകളെയോ ഒക്കെയാണ് ഈ ബഹുത്വത്തിന്റെ ആളുകൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നതും അവരോടാണ് കൈനീട്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അവരുടെ അവസ്ഥ എത്ര ദുർബലമാണ്, എത്ര ദയനീയമാണ് എന്നത് കാണിക്കാനാണ് അള്ളാഹു ഒരു ഉദാഹരണം ഇവിടെ നമുക്ക് നൽകിയിട്ടുണ്ടായിട്ടുള്ളത്. അപ്പൊ അതില് ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും തട്ടിയെടുത്ത് പാറിക്കളയുകയാണെങ്കിൽ അത് തിരിച്ചു പിടിക്കാൻ പോലും കഴിയാത്തവരാണ്. താലിബു വൽ മത്ലൂബ്, ഈ സഹായം ചോദിച്ചുകൊണ്ട് വരുന്ന ഈ ആളുകൾ എന്ന് പറഞ്ഞാൽ ബഹുദൈവ വിശ്വാസികളായ കൺമുന്നിലുള്ള ആളുകളെയാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ആരുടെ നേരെയാണോ സഹായം തേടിക്കൊണ്ട് കൈ നീട്ടുന്നത് അവര് മത്ലൂബ്, അവരോടാണ് ചോദിക്കപ്പെടുന്നത്. അവരും ഒരുപോലെ നിസ്സഹായരാണ്, ദുർബലരാണ്, അശക്തരാണ് എന്നതാണ് ചൂണ്ടിക്കാണിക്കപ്പെട്ട കാര്യം. യഥാർത്ഥത്തിൽ അവര് അള്ളാഹു സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് വേദങ്ങളിലൂടെ തന്റെ റുബൂബിയത്തിന്റെയും തന്റെ ഇലാഹിയത്തിന്റെയും ഒക്കെ മഹാത്മ്യവും അതുപോലെ പ്രാധാന്യവും ഒക്കെ അവർക്ക് വിവരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും അവർക്ക് അള്ളാഹുവിനെ വേണ്ട വിധത്തില് മനസ്സിലാക്കാനോ അള്ളാഹുവിനെ വിലയിരുത്താനോ സാധിച്ചിട്ടില്ല. മാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി, അള്ളാഹുവിനെ അവർ വേണ്ട വിധത്തിൽ കണക്കാക്കിയിട്ടില്ല. അള്ളാഹുവിന്റെ മഹത്വം ഇതര ആരാധ്യന്മാരെ പരാമർശിക്കുമ്പോ അവരുമായി താരതമ്യം ചെയ്യുമ്പോ അവരെവിടെ കിടക്കണ്, അള്ളാഹു എവിടെയാണ് എന്ന ഒരു വ്യത്യാസം അവർക്ക് തൂക്കി കണക്കാക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. അവർക്ക് അറിയില്ല അതിനെക്കുറിച്ച്. അവര് വേണ്ട വിധത്തിൽ അള്ളാഹുവിനെ മനസ്സിലാക്കിയിട്ടില്ല. ഈ കാര്യമാണ് ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. അള്ളാഹു കവിയും അസീസുമാണ്. അള്ളാഹു അതിശക്തനും അതുപോലെ തന്നെ ഒരാളെയും ആശ്രയിക്കാത്ത അജയ്യതയുള്ളവനുമാണ് എന്നാണ് അവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതിനുശേഷം അള്ളാഹു എന്താണ് മനുഷ്യർക്ക് കാര്യങ്ങൾ കൺവേ ചെയ്യുന്നതിന് വേണ്ടി അള്ളാഹു സ്വീകരിച്ചിരിക്കുന്ന ഉപാധി, എത്രത്തോളം മനുഷ്യര് അത്തരം സംവിധാനങ്ങൾ ആശ്രയിച്ചുകൊണ്ടാണുള്ളത് എന്നത് വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ് തുടർന്ന് ഇന്ന് നമ്മൾ വായിച്ച ആയത്തുകളിൽ വരുന്നത്. അള്ളാഹു യസ്തഫി മിനൽ മലായികതി റുസുല, മലക്കുകളുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹു ചിലരെ ദൂതന്മാരായിട്ട് തെരഞ്ഞെടുക്കുന്നു. മലക്കുകളുടെ കൂട്ടത്തിൽ നിന്ന് ചിലരെ അള്ളാഹുവിന്റെ ദൗത്യം നിർവഹിക്കുന്നതിന് വേണ്ടി സന്ദേശവാഹകരായിട്ട് തെരഞ്ഞെടുക്കുന്നു. പ്രവാചകന്മാർക്ക് സന്ദേശം എത്തിക്കുന്നവരായിട്ട്. അതുപോലെ ചരിത്രത്തില് വിശുദ്ധ ഖുർആന്റെ പരാമർശത്തില് മറിയം റളിയല്ലാഹു അൻഹയുടെ അടുക്കല് ഒക്കെ മലക്കുകള് വന്നതും ദൈവികമായ സന്ദേശം കൈമാറിയതും ഒക്കെ നമ്മൾ വിശുദ്ധ ഖുർആനിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അപ്പോ താൻ ഉദ്ദേശിക്കുന്ന വിധത്തിൽ ദൗത്യം നിർവഹിക്കുക എന്ന താല്പര്യത്തോടു കൂടി അള്ളാഹു മലക്കുകളിൽ നിന്ന് ചിലരെ
തിരഞ്ഞെടുക്കുന്നു. വമിനന്നാസ്, അതുപോലെ മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്നും അള്ളാഹു തന്റെ ദൗത്യം നിർവഹിക്കുന്നതിനായിട്ട് ദൂതന്മാരെ തിരഞ്ഞെടുക്കുന്നു. ഇന്നല്ലാഹു സമീഉൻ ബസീർ, നിശ്ചയമായിട്ടും അള്ളാഹു നന്നായി കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാണ് എന്നാണ് അള്ളാഹു ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഈ ആളുകള്, ബഹുദൈവ വിശ്വാസികൾ, മുശ്രിക്കുകൾ, ആരാധ്യരായി സ്വീകരിച്ചിരിക്കുന്ന പലതും, മിക്ക വിഗ്രഹങ്ങളും അവരുടെ ആരാധ്യന്മാരായിട്ടുള്ള ബിംബങ്ങളും വിഗ്രഹങ്ങളും ഒക്കെ അവയിലേറിയ എണ്ണവും മലക്കുകളെയോ പ്രവാചകന്മാരെയോ സൂചിപ്പിക്കുന്ന വിധത്തിൽ അവർ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള, ഉണ്ടാക്കി വെച്ചിട്ടുള്ള രൂപങ്ങളാണ്. മലക്കുകളുടെ പേരിൽ അവര് വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പൂർവിക പ്രവാചകന്മാരുടെ പേരിലും അവര് വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവർ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് ഇവയൊക്കെയാണ്, മലക്കുകളെയും പ്രവാചകന്മാരെയും ഒക്കെയാണ്. ആരാണ് ഈ മലക്കുകളും ഈ പ്രവാചകന്മാരും ഒക്കെ ഇവർ ആരാധിക്കുന്നത്? അതാണ് അള്ളാഹു ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അള്ളാഹു യസ്തഫീ മിനൽ മലായികതി റുസുലൻ വമിനൻ നാസ്, മലക്കുകളിൽ നിന്ന് അള്ളാഹു തന്റെ ദൗത്യം നിർവഹിക്കുന്നതിന് വേണ്ട ദൂതന്മാരായിട്ട് ചിലരെ തിരഞ്ഞെടുക്കുന്നു, അതുപോലെ തന്നെ മനുഷ്യരിൽ നിന്നും. അപ്പൊ അങ്ങനെ ഒരു കാലത്ത് അള്ളാഹു തന്റെ ദൗത്യം നിർവഹിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുത്തിരുന്ന മലക്കുകളും ദൂതന്മാരുമാണ്. മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്നും മലക്കുകളുടെ കൂട്ടത്തിൽ നിന്നുമുള്ള ദൂതന്മാരെയാണ് ഈ ബഹുദൈവ വിശ്വാസികൾ ഇപ്പോ അവ ആരാധ്യന്മാരാണ്, ദൈവങ്ങളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൂജിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അവർക്ക് എന്തെങ്കിലും വിശിഷ്ടമായ കഴിവുണ്ടോ? അള്ളാഹുവിന്റെ അടുക്കൽ ആർക്കെങ്കിലും വേണ്ടി ശുപാർശ ചെയ്യാൻ അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ അവർക്ക് ആർക്കെങ്കിലും സാധിക്കുമോ? അങ്ങനെ യാതൊന്നുമില്ല. സ്വതന്ത്രമായ അധികാരമോ കഴിവോ ശേഷിയോ പ്രാപ്തിയോ ഒന്നും ഉള്ളവരല്ല ഈ വിഗ്രഹങ്ങളാൽ പ്രതീകവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന പ്രവാചകന്മാരും അതുപോലെ മലക്കുകളും. മലക്കുകളും പ്രവാചകന്മാരും ഒന്നും അങ്ങനെ തങ്ങൾ ഇച്ഛിക്കുന്ന വിധത്തിൽ ആർക്കെങ്കിലും വേണ്ടി അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശ ചെയ്യാൻ കഴിയുന്നവരോ നേട്ടമുണ്ടാക്കി കൊടുക്കാൻ കഴിയുന്നവരോ ഒന്നുമല്ല. അവരൊക്കെയും തന്നെ അവരുടെ നിലനിൽപ്പിന് അള്ളാഹുവിനെയാണ് ആശ്രയിക്കുന്നത്. മലക്കുകളായാലും മനുഷ്യരായാലും അവര് അള്ളാഹുവിനെ ആശ്രയിച്ച് മാത്രം നിലകൊള്ളുന്നവയാണ്. എന്നിട്ട് അവയെയാണ് ഈ ബഹുദൈവത്വത്തിന്റെ ആളുകൾ ആരാധ്യന്മാരായി സ്വീകരിച്ചിരിക്കുന്നത്, അള്ളാഹുവിനെ കൈയൊഴിഞ്ഞുകൊണ്ട്. അപ്പോ അതിന്റെ പൊള്ളത്തരം എത്ര വ്യാപ്തിയുള്ളതാണ് എന്നതാണ് ഇവിടെ വെളിപ്പെടുത്തപ്പെടുന്നത്. അള്ളാഹു യസ്തഫീ മിനൽ മലായികതി റുസുലൻ വമിനൻ നാസ്, മലാഖമാരിൽ നിന്ന് അള്ളാഹു ചിലരെ തന്റെ ദൂതന്മാരായിട്ട് തെരഞ്ഞെടുക്കുന്നു, മനുഷ്യരിൽ നിന്നും അതുപോലെ തന്നെ. ഇന്നല്ലാഹു സമീഉൻ ബസീർ, നിശ്ചയമായിട്ടും അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. ഇവര് സങ്കല്പിക്കുന്ന പോലെയുള്ള കേൾവിയും കാഴ്ചയും ഇല്ലാത്ത ദൈവങ്ങളല്ല. എല്ലാം കാണുകയും കേൾക്കുകയും എല്ലാറ്റിന്റെയും നിയന്ത്രണം സ്വന്തം കരങ്ങളിൽ ഉള്ളവനുമായ ശക്തിയാണ് അള്ളാഹു എന്നതാണ് ഇവരുടെ ആരാധ്യന്മാരിൽ നിന്ന് അള്ളാഹുവിനെ വ്യത്യസ്തനാക്കുന്ന ശ്രദ്ധേയമായ ചില കാര്യങ്ങൾ. അപ്പോ യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും, ഇനി അള്ളാഹുവിന്റെ ഒരു പ്രത്യേകത, അവൻ ഇവരുടെ മുന്നിലുള്ള, അവരുടെ കൺമുന്നിലുള്ള കാര്യങ്ങള്, അവരുടെ കാലഘട്ടത്തിലേതായ കാര്യങ്ങള് ഒക്കെ അള്ളാഹു അറിയുന്നുണ്ട് സൂക്ഷ്മമായിട്ട്. അവരുടെ മുന്നിലായി അല്ലെങ്കിൽ അവരിലേക്ക് എത്താനിരിക്കുന്നതായ കാര്യങ്ങളൊക്കെ അള്ളാഹുവിനെ അറിയാം. വമാ ഖൽഫഹും, അവരുടെ പിന്നിട്ട കാലവും അവരുടെ പിന്നിട്ട നാളുകള്, അവരുടെ ചരിത്രം, അവരുടെ പൂർവിക കാലഘട്ടം, ഇതൊക്കെയും നന്നായി അറിയുന്നവനാണ് അള്ളാഹു. മാത്രവുമല്ല വഇലല്ലാഹി തുർജഉൽ ഉമൂർ, കാര്യങ്ങളുടെ
തിരിച്ചുപോക്ക്, എല്ലാറ്റിന്റെ സംഗതി, എല്ലാ സംഗതിയുടെയും കാര്യത്തില് അള്ളാഹുവിലേക്കാണ്. അതിന്റെ ആത്യന്തികമായ പരിണിതിയും തിരിച്ചുപോക്കും പിന്നീട് അവയുടെ വിധി നിർണയിക്കുന്നതും ഒക്കെ അള്ളാഹുവാണ്. നിങ്ങൾ പ്രത്യക്ഷത്തില് ഈ ചുറ്റുപാടുമായി കാണുന്ന പ്രതിഭാസങ്ങൾക്ക് അള്ളാഹുവുമായുള്ള ബന്ധം കണ്ടെത്താൻ കഴിയാതെ നിൽക്കുന്നവരുണ്ടാവും ചിലപ്പോൾ. പക്ഷെ ഏത് സംഗതിയാണെങ്കിലും അതിന്റെ കോഡ്, അതിന്റെ വയറ് നീണ്ടു പോകുന്നത് അള്ളാഹുവിന്റെ കരങ്ങളിലേക്കാണ്. ഇപ്പോ അത് കാണാൻ കഴിയുന്നില്ല എന്നൊക്കെ പലരും പറയുന്നുണ്ടാവും. അതിന് അകക്കണ്ണുണ്ടെങ്കിൽ ഇപ്പോ തന്നെ കാണാം. അകക്കണ്ണില്ലാത്തവർക്ക് ഓരോ പ്രതിഭാസത്തിന്റെയും അതിനെ പ്രവർത്തനക്ഷമമാക്കുന്ന, ഒരു കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, അതിനെ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അതിനെ പോസ് ചെയ്യുന്ന, നിയന്ത്രിക്കുന്ന ഒരു സ്ട്രിങ് അതിലേക്ക് അറ്റാച്ച്ഡ് ആണ് എന്നത് കാണാൻ കഴിയും. ആ സ്ട്രിങ്ങിന്റെ അത് അള്ളാഹുവിന്റെ കൈപ്പിടിയിലാണ് ഏത് സംഗതിയുടെയും നിയന്ത്രണമായാലും. ഇപ്പോ കാലാവസ്ഥ കടുത്തതായി മാറുന്ന ഒരവസ്ഥയാണ് നമ്മുടെ ചുറ്റുപാടിലൊക്കെ ഉള്ളത്. ചിലയിടങ്ങളിലൊക്കെ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായി എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇതിനൊക്കെ നിയന്ത്രണം ആരുടെ കയ്യിലാണ്? നമ്മൾ സങ്കല്പിക്കുന്ന പോലെ, അല്ലെങ്കിൽ പലരും കരുതുന്ന പോലെ ഇതൊക്കെ താനെ സംഭവിക്കുന്ന കാര്യങ്ങളല്ല. അതിന്റെ പിന്നിൽ, അതിന്റെ ഓരോ പ്രതിഭാസവും അതിനെ ചലനാത്മകമാക്കുന്നതും അതിനെ പ്രവർത്തനക്ഷമമാക്കുന്നതും ഒക്കെ അള്ളാഹുവാണ്. അതിന്റെയൊക്കെ നിയന്ത്രണം അള്ളാഹുവാണ്. അള്ളാഹു നിശ്ചയിച്ച ആയുസ് കഴിയാതെ കണ്ട ഒരാളും ഇവിടുന്ന് പോവേണ്ടി വരില്ല. അള്ളാഹു നിശ്ചയിച്ച ആയുസ് കഴിഞ്ഞാൽ ഒരാൾക്കും ഇവിടെ തുടരാനും പറ്റില്ല. അപ്പോ ഇത്തരം പ്രകൃതിക്ഷോഭങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ പോലും, നമ്മൾ വലിയ ദുരന്തങ്ങൾ കാണാനിടയാകുമ്പോൾ പോലും നമുക്ക് ബോധ്യപ്പെടേണ്ട ഒരു കാര്യം, അത് അള്ളാഹുവിന്റെ നടപടിക്രമമാണ്. അതിൽ അള്ളാഹു ചിലരുടെ അജല് അവസാനിപ്പിച്ചിട്ടുണ്ടാകും, വേറെ ചിലരുടെ അജല് നീട്ടിയിട്ട് കൊടുത്തിട്ടുണ്ടാകും. അതൊക്കെ കാര്യങ്ങളുടെ പൂർണ്ണമായ നിയന്ത്രണം, അതിന്റെ മടക്കം അള്ളാഹുവിന്റെ കൈകളിലേക്കാണ്. ഇലല്ലാഹി തുർജഉൽ ഉമൂർ, അവന്റെ കൈകളിലേക്കാണ് കാര്യങ്ങൾ തിരിച്ചയക്കപ്പെടുന്നത്. കാര്യങ്ങളുടെ പരിണിതി അല്ലെങ്കിൽ ആത്യന്തികമായ അവയുടെ നിർണയം എന്നൊക്കെ പറയാമെങ്കിൽ ഇപ്പോൾ തന്നെയും അങ്ങനെ തന്നെയാണ്. കാര്യങ്ങള് സ്ട്രെച്ച് ചെയ്ത് അതിന്റെ ആ നിയന്ത്രണത്തിനുള്ള ആ കോഡ് അത് അള്ളാഹുവിലേക്ക് മടങ്ങി എത്തുന്ന വിധത്തിലാണ് കിടക്കുന്നത്. ഓരോ തന്മാത്രയുടെയും പ്രവർത്തനം അങ്ങനെയാണ്. ഓരോ കോസ്മിക് സിസ്റ്റത്തിലെ ഓരോ പ്രതിഭാസത്തിന്റെയും പ്രവർത്തനം കൃത്യമായി അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ് എന്നതാണ് വസ്തുത. അത് ഇപ്പോഴും അങ്ങനെയാണ്. ഇനി മറ്റൊരു ഘട്ടത്തില് പ്രപഞ്ചത്തിന്റെ സംവിധാനങ്ങള് പൂർണ്ണമായിട്ടും ഉടച്ചു വാർക്കപ്പെടുന്ന ഒരു ഘട്ടത്തിലും അങ്ങനെ തന്നെയാണ്. കാര്യങ്ങളുടെ മടക്കി അയക്കപ്പെടൽ അള്ളാഹുവിലേക്കാണ് എന്നാണ് ഇവിടെ പറയുന്നത്. മടക്കി അയക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അന്ത്യനാളില് പ്രപഞ്ച സംവിധാനം പൂർണ്ണമായിട്ടും മാറ്റി മറിക്കപ്പെടുന്ന ഒരു ഘട്ടത്തിലെ കാര്യം മാത്രമല്ല പറയുന്നത്. ഇപ്പൊ തന്നെ കാര്യങ്ങള് അതിന്റെ സമ്പൂർണമായ നിയന്ത്രണം, അതിന്റെ അൾട്ടിമേറ്റ് ആയിട്ട് അത് ഓരോ സംഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർണയം നടത്താൻ ആരിലേക്കാണ് മടക്കപ്പെടുന്നത് എന്ന് നമ്മൾ നോക്കിയാൽ അത് അള്ളാഹുവിലേക്കാണ് എന്ന് കാണാൻ കഴിയും. അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ നമ്മളെ വിരൽത്തുമ്പിലെ നഖം പോലും വളരുന്നില്ല. അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ നമ്മുടെ ശിരസിലെയോ അല്ലെങ്കിൽ മുഖത്തെയോ രോമങ്ങള് അതിന്റെ നിറം മാറുന്നില്ല, കറുത്തത് വെളുത്തതായി മാറുന്നില്ല, കൊഴിഞ്ഞു പോകുന്നില്ല. ഇതൊക്കെ തന്നെ പൂർണ്ണമായിട്ടും അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലുള്ള കാര്യമാണ്. സർവ കാര്യങ്ങളും അവന്റെ കൈപ്പിടിയിൽ ഒതുക്കി നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിനെ റബ്ബായിട്ട് അംഗീകരിക്കാതെ അള്ളാഹു ദൗത്യ നിർവഹണത്തിനായി നിയോഗിച്ചയച്ച മാലാഖമാരെയും മനുഷ്യരിൽ നിന്ന് തെരഞ്ഞെടുത്ത് അയക്കപ്പെട്ട ദൂതന്മാരെയും അവരുടെ കാലശേഷം ആരാധിച്ചുകൊണ്ടിരിക്കുക എന്ന ഒരു കാര്യമാണ് മക്കയിലെ മുശ്രിക്കുകൾ മുഖ്യമായി ചെയ്തുകൊണ്ടിരുന്നത്. അതിനെയാണ് അള്ളാഹു എത്ര
അബദ്ധജടിലമായ ഒരു നിലപാടാണ് എന്നതിവിടെ വെളിപ്പെടുത്തി കാണിച്ചു തരുന്നത്. മക്കയില് കഅബയില് അവര് ഒരുക്കി വെച്ചിരുന്ന വിഗ്രഹങ്ങളിൽ മിക്കതും ഈ വിധത്തില് പൂർവികരായ ഏതെങ്കിലും പ്രവാചകന്മാരുമായി ബന്ധമുള്ളതോ അതല്ലെങ്കിൽ അവർക്ക് പരിചയമുള്ള മാലാഖമാരുടേതൊക്കെ ആയിരുന്നു എന്നത് എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ്. ഇവരെയാണ് ആ ബഹുദൈവ വിശ്വാസികൾ ആരാധ്യന്മാരായി സ്വീകരിക്കുകയും അവയെ പൂജിച്ചുകൊണ്ട് കൊണ്ട് നടക്കുകയൊക്കെ ചെയ്തിരുന്നത്. പക്ഷെ അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്നത് ഈ ആരാധനക്കായി ഇവര് തെരഞ്ഞെടുത്തിട്ടുള്ള മാലാഖമാരായാലും മനുഷ്യരായാലും, മനുഷ്യരിൽ നിന്നും മാലാഖമാരിൽ നിന്നും അള്ളാഹു തന്റെ ദൗത്യം നിർവഹിക്കാനായി തെരഞ്ഞെടുത്ത ദൂതന്മാര് അവരൊരിക്കലും തന്നെ സ്വതന്ത്രരായിരുന്നില്ല. നിങ്ങളുടെ കാര്യത്തിൽ എന്തെങ്കിലും വഴിവിട്ട വിധത്തിൽ സഹായിക്കാനോ നിങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യാനോ അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഇടപെടൽ നടത്താനോ ഒന്നും കഴിയുന്നവരല്ല അവരൊന്നും തന്നെ. എന്നിട്ട് ആ ദൗർബല്യമുള്ള സ്വന്തം നിലനിൽപ്പിനും അസ്തിത്വത്തിനും വേണ്ടി അള്ളാഹുവിനെ ആശ്രയിക്കേണ്ടി വരുന്ന ഈ മാലാഖമാരെയും മനുഷ്യരിൽ നിന്നുള്ള ദൂതന്മാരെയുമാണോ നിങ്ങൾ ആരാധ്യന്മാരായിട്ട് സ്വീകരിച്ചിട്ടുള്ളത്? അത് എത്ര വിവരദോഷം കാണിക്കുന്ന കാര്യമാണ് എന്നതാണ് അള്ളാഹു ഇവിടെ ഉന്നയിക്കുന്ന ഒരു ചോദ്യം. കാര്യങ്ങളുടെ ഇവൻച്വൽ ആയിട്ട് അവസാനം ഒടുക്കത്തില് അവയൊക്കെയും തിരിച്ചയക്കപ്പെടുന്നത് ഇലല്ലാഹി തുർജഉൽ ഉമൂർ, അള്ളാഹുവിന്റെ അടുക്കലേക്കാണ് കാര്യങ്ങളൊക്കെ മടക്കപ്പെടുന്നത്. അത് ഏത് സംഗതിയും അതിന്റെ അൾട്ടിമേറ്റ് ആയിട്ട് അതിന്റെ കാര്യകാരണങ്ങൾ അങ്ങനെ തേടി പോയി കഴിഞ്ഞാൽ എന്തുകൊണ്ട് എന്ന ചോദ്യവുമായിട്ട് നമ്മൾ എങ്ങനെ പോയാൽ എവിടെ എത്തും എന്നതിനുള്ള ഉത്തരമാണ് അള്ളാഹു ഇവിടെ നൽകുന്നത്. പ്രപഞ്ചത്തിൽ നമ്മൾ പലപ്പോഴും ശാസ്ത്രത്തിന്റെ അന്വേഷണ വൃത്തത്തിൽ വരാറുള്ളത് എങ്ങനെ എന്നതാണ്. എങ്ങനെ എന്നതാണ്. എങ്ങനെയാണ് ഇത് ഉണ്ടാവുന്നത്, എങ്ങനെയാണ് അത് പ്രവർത്തനക്ഷമമാവുന്നത്, എങ്ങനെയാണ് ഈ രോഗം പരക്കുന്നത് തുടങ്ങിയിട്ടുള്ള അന്വേഷണങ്ങളാണ്. അത് ഒടുക്കം എത്തിച്ചേരുക ആര് എന്നതിലായിരിക്കും. ഇതിന്റെ പുറകിൽ ആര്, ഇതാരാണ് ആ വിധത്തിൽ അതിനെ ഒരുക്കി വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ സംജാതമാക്കിയിട്ടുള്ളത്, പ്രവർത്തനക്ഷമമാക്കിയിട്ടുള്ളത്, ഈ വിധത്തിൽ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് ആരാണ് എന്നൊരു ചോദ്യത്തിൽ മനുഷ്യന് എത്താതിരിക്കാൻ നിർവാഹമില്ല. അത്തരം ചോദ്യങ്ങൾ ശാസ്ത്രം ഉപേക്ഷിക്കുകയാണ്, അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. അതിനെ ഫേസ് ചെയ്യാനോ അഡ്രസ് ചെയ്യാനോ ശാസ്ത്രം സന്നദ്ധാവാറില്ല. പക്ഷെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്തരം ചോദ്യങ്ങൾ അവന്റെ ഉപബോധ മനസ്സിലെങ്കിലും രൂപപ്പെട്ടു വരാതിരിക്കില്ല. കാര്യങ്ങളുടെ മടക്കം, ഒടുക്കം വഇലല്ലാഹി തുർജഉൽ ഉമൂർ, അള്ളാഹുവിലേക്കാണ് കാര്യങ്ങളുടെ ചരടുകൾ നീണ്ടു പോകുന്നത്, മടങ്ങിയെത്തുന്നത് എന്നതാണ് അള്ളാഹുവിടെ വെളിപ്പെടുത്തുന്ന ശ്രദ്ധേയമായ ഒരു കാര്യം. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്തുൽ ഹജ്ജിലെ 75, 76 ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. 2 ആയത്തുകൾ കൂടി നമുക്ക് ഈ സൂറത്തിൽ പഠന വിധേയമാക്കാനുണ്ട്. അള്ളാഹു നമ്മുടെ പ്രയത്നങ്ങളെ ഏറ്റവും പ്രതിഫലാർഹമായതാക്കി മാറ്റി തരുമാറാവട്ടെ. ഈ വിശുദ്ധ ഖുർആന്റെ ആയാത്തുകളിലൂടെ ജീവിതത്തിൽ വെളിച്ചം ലഭിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. വാഖിർ ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.